ഇന്നത്തെ ദിവസം സത്യത്തിലും നീതിയിലും വഴിനടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേദഭാഗം വായിക്കുവാനായി 4ാം വർഷ വിദ്യാർത്ഥി ബഹുമാനപ്പെട്ട കുര്യൻ പി മാധവനെ ക്ഷണിക്കുന്നു. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടരുകയും ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ എന്റെ കൂടാരത്തിൽ ജയഘോഷിയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്തു എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്തിൽ വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനോട് ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധൻ 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 സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നമസ്കാരം ശുശ്രൂഷയെപ്പറ്റി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ
കർത്താവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഈ രാത്രി സമയത്ത് ഇവിടെ സമ്മേളിക്കുവാൻ തക്കവണ്ണം അവസരം ഒരുക്കി തന്നതിനായിട്ടും ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ തിരുവചനം പഠിക്കുന്നതിനും നിന്റെ സത്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനും നീ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് ഞങ്ങളുടെ സ്തുതിക്കുന്നു. കർത്താവേ, സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിന്റെ വെളിച്ചത്തിൽ കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ, നിന്നോടുള്ള സ്നേഹത്തിൽ ഭക്തിയും വിശ്വാസത്തിൽ കുറച്ചു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞങ്ങളുടെ പഠനം പൂർത്തിയാക്കി ഇന്ന് ഇന്നലയിലേക്ക് എത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുകയും ചെയ്തിട്ടുള്ളവരെയും നന്ദിയോടെ ഞങ്ങൾ ഈ സമയത്ത് സ്മരിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള തീഷ്ണത ഞങ്ങൾ നിർത്തണമേ. ഞങ്ങൾ തന്നെ കത്തി ജ്വലിക്കുവാൻ, അത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീർന്ന് നിന്റെ സത്യത്തെ മനസ്സിലാക്കുവാൻ, നിന്റെ വിശ്വാസത്തിൽ നിന്നോടുള്ള സ്നേഹത്തിൽ ഭക്തിയും കണ്ടുവരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതവും സാക്ഷ്യവും അത് പ്രയോഗമായി തീരണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്ക് പാർട്ടികൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവ് ഞങ്ങൾക്കും ഈ പ്രസ്ഥാനത്തിനും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ചെയ്യണമേ. നേതൃത്വം നൽകുന്ന ഓരോരുത്തരെയും അവരുടെ ആത്മാവിൽ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. പതിയായിരിക്കുന്ന ഞങ്ങളെ മനസ്സോടെ ആത്മാവിന്റെ നടത്തിപ്പിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ധന്യമാർന്ന അനുഭവത്തിൽ മടങ്ങി പോകുവാൻ തക്കവണ്ണം ഞങ്ങളോട് കൂടി ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആയത് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്തുകൊണ്ടേക്കും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രൊഫസർ വൈസ് സാർ സ്റ്റേജിൽ വരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. സീറ്റുകൾ ഇടയ്ക്ക് വേക്കൻ്റായിട്ടെഴുത് ദയവായി നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഹോളിൽ സീറ്റുകളിൽ ഇരുന്ന ഈ പരിപാടികളിൽ സംബന്ധിക്കാൻ എല്ലാവരും സഹകരിക്കണം. ഇടയ്ക്ക് സീറ്റ് വേക്കൻ്റായിട്ടിട്ടാൽ ആളുകൾക്ക് അകത്ത് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും ആ കാര്യത്തിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കും. ശ്രേഷ്ഠമായ സദസ്സിനും വേദിക്കും സ്വാഗതം ആശംസിക്കുവാനായി സെമിനാരി 5ാം വർഷ വിദ്യാർത്ഥി ബഹുമാനപ്പെട്ട ജോബിൻ മാമൻ ചെറിയാൻ ശുഭാഷിനെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിമന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ ശിവ് ഖേറ ഇപ്രകാരം പറയുന്നു: Winners never do different things, but they do things differently. വിജയികൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, എന്നാൽ അവർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് താൻ കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കി മാറ്റിയ മലങ്കര സഭയുടെ യശസ് ലോകമൊക്കെയും പരക്കുവാൻ കാരണഭൂതനായ അഭിമന്യനായ, ഇന്നും തന്റെ ലേഖനങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും അനേകരുടെ മനസ്സുകളിൽ ജീവിക്കുന്ന വന്യനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അന്നുണ്ടായിരുന്ന ചില കാര്യങ്ങളെ, സഭയുടെ ആരാധനാ ശാസ്ത്രത്തെക്കുറിച്ചും വേദശാസ്ത്രമൊക്കെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ദിവ്യബോധനം എന്ന പ്രസ്ഥാനം ഇത്ര കണ്ട് വളർന്ന് പന്തിരിച്ചിരിക്കുന്നത്. ഈ സഭയിൽ വേദശാസ്ത്രത്തെ പറ്റിയും ആരാധനയെ പറ്റിയും ഒക്കെ അറിയാവുന്ന ഒരു പിടി ആത്മായ അംഗങ്ങൾ ഈ സഭയിൽ ഉണ്ടെങ്കിൽ, അപ്രകാരം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള അംഗീകാരവും അപ്രകാരം ആ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ദിവ്യബോധനം. ഈ പ്രസ്ഥാനത്തിന് അല്പമായും അധികമായും സഹകരിച്ച് തങ്ങളുടെ വാക്കുകൾ കൊണ്ടും ലേഖനങ്ങൾ കൊണ്ടും ഇന്നയോളം ഇതിനെ നയിച്ച എല്ലാ പൂർവ്വസൂരികളെയും, വിശിഷ്യ ശ്രേഷ്ഠനായ ഗ്രിഗോറിയോസ് തിരുമേനിയും ഈ
അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കൊല്ലം ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിനന്ദനായ അന്തോനിയോസ് തിരുമേനിയാണ്. തിരുമേനിയെ പറ്റി ഒറ്റവാക്കിൽ പറയുവാനുള്ളത് ലാളിത്യത്തിന്റെ ഒരു മുദ്രയാണ്. ശാന്തനായ സൗമ്യനായ താപസൻ. ശ്രേഷ്ഠ പിതാവിനെ സന്തോഷപൂർവ്വം നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലങ്കര സഭയിലും ക്രൈസ്തവ ലോകത്തിലും തന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ട്, പ്രഭാഷണങ്ങൾ കൊണ്ട്, മാധ്യമ ലോകത്ത് പോലും തന്റെ കയ്യൊപ്പ് നൽകിയ മലങ്കര സഭയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ആയുഷിന്റെ സായാഹ്നത്തിലും നല്ല പച്ചവൃക്ഷം പോലെ ശോഭിക്കുന്ന വ്യക്തിത്വമാണ് ഒന്നിനായ ടി ജെ ജോഷുവ അച്ഛൻ. അച്ഛന്റെ കാര്യങ്ങളെ പറ്റി അധികം ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം എന്നേക്കാൾ കൂടുതൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും അച്ഛന്റെ ലേഖനങ്ങളെ പറ്റിയും ഒക്കെ അച്ഛന്റെ കഴിവുകളെ പറ്റി അറിയാം. ശ്രേഷ്ഠനായ അധ്യാപകൻ, പ്രഭാഷകൻ, ഗ്രന്ഥകർത്താവ്, അങ്ങനെ നീളുന്നു അച്ഛന്റെ പര്യവേക്ഷണങ്ങൾ. ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛനെ സഹർഷം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദിവ്യബോധനത്തിന്റെ രജിസ്ട്രാറായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നയനാൻ കെ ജോർജ് അച്ഛൻ, അച്ഛന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അച്ഛന്റെ മുമ്പോട്ടുള്ള പ്രവർത്തനത്തിലും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. അച്ഛനാണ് ഈ കോൺവക്കേഷന്റെയും മറ്റെല്ലാ കാര്യങ്ങളുടെയും മുൻപിൽ ഓടി നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ സെഷനിൽ പ്രധാനപ്പെട്ട ക്ലാസ് എടുക്കുവാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നത് സെമിനാരി അധ്യാപകനും സഭയുടെ ഔദ്യോഗിക പീരിയോഡിക്കലായിരിക്കുന്ന മലങ്കര സഭയുടെ ചീഫ് എഡിറ്ററുമായിരിക്കുന്ന ഒന്നിനായ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അച്ഛനാണ്. ഞങ്ങളുടെ അധ്യാപകനാണ്. അതിലുപരിയായിട്ട് വ്യത്യസ്തമായ വീക്ഷണത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിവും പാഠവും ഉള്ള ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ്. അച്ഛനെ പറ്റി ഒരു വാക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പറയും അച്ഛന്റെ കുടുംബം ഒരു മാധ്യമ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ മേഖല കൂടുതലും കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അച്ഛൻ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അച്ഛൻ പഠിച്ചിരിക്കുന്നതും സമീപകാലത്തിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതും അച്ഛൻ മീഡിയ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് അച്ഛൻ എടുക്കുന്ന വിഷയം സഭയും മാധ്യമ ബോധനവും എന്ന വിഷയമാണ്. സന്തോഷപൂർവ്വം നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ബഹുമാനപ്പെട്ട ജോൺ തോമസ് കരിങ്ങാട്ടിൽ അച്ഛനെ ഈ ക്ലാസ്സിലേക്കും ഈ യോഗത്തിലേക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദിവ്യബോധനത്തിന്റെ സെൻട്രൽ ഓർഗനൈസറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രൊഫസർ ഡോക്ടർ വർഗീസ് മാത്യു സാർ വേദിയിലുണ്ട്. സാർ ദീർഘകാലമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ബഹുമാനപ്പെട്ട വർഗീസ് മാത്യു സാറിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രധാന അധ്യാപകനായിരിക്കുന്ന നമുക്ക് ഏറ്റവും പുറകിലായിട്ട് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അന്യനായ ഓർത്തഡോക്സ് അച്ഛൻ ഇവിടെയുണ്ട്. അച്ഛന്റെ ഉപദേശങ്ങൾ ഈ പ്രസ്ഥാനത്തിനും ഈ നടത്തിപ്പിനുമൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ്. അച്ഛന്റെ സാന്നിധ്യം അറിയുന്നു. അച്ഛനെയും സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേന്ദ്ര തലത്തിലും ഇടവക തലത്തിലും ഭദ്രാസന തലത്തിലും സ്ഥാനങ്ങൾ, ദിവ്യബോധനത്തിന്റെ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠര്, മറ്റ് ആത്മായ പ്രമുഖര്, ഇവിടേക്ക് തങ്ങളുടെ വിലയേറിയ സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കള്, എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ മാസ്റ്റർ ഓഫ് സെറമണിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മാത്യു ഷമാശൻ, ഈ കോൺവക്കേഷന്റെ സ്റ്റുഡൻസ് റെപ്രസെന്റേറ്റീവിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ജോബിൻ സാമുവൽ ഷമാശൻ, ബഹുമാനപ്പെട്ട വിനീത് ഷമാശൻ, കോയറിന്റെ ലീഡറായിരിക്കുന്ന സെമിനാരി കോയറിന്റെ നേതൃത്വം വഹിക്കുന്ന ജിനി ഷമാശനെയും കോയർ മെമ്പേഴ്സിനെയും ഒക്കെ ഒരു വാക്കിൽ ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാധ്യമങ്ങൾ, മറ്റു വേണ്ടപ്പെട്ട എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത വീട്ടിൽ ഒരു നല്ല സുദിനം ആസ്വദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അവരെയും വാഴ്ത്തിയിരിക്കുമാറാണ്. സദസ്സിനെ ധന്യമാക്കിക്കൊണ്ട് സെമിനാരി ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നു.
സദസ്സായിരുന്നു ഇവിടെ ഉണ്ടായത് ഇരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കില്ല. നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞതുകൊണ്ട് മനസ്സിലാക്കിയില്ല. ഇത്രയധികം ഉത്സാഹത്തോടെ താല്പര്യത്തോടെ അതീവമായിരിക്കുന്ന ജാഗ്രതയോടെ സംബന്ധിക്കുന്ന കോൺവൊക്കേഷൻ അധികം ഉണ്ടായിട്ടില്ല. എനിക്ക് വളരെയധികമായ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ. അതിലും അധികമായ സന്തോഷം ഇന്നത്തെ നമ്മുടെ രാവിലത്തെ അവതരണമാണ്. ബഹുമാനപ്പെട്ട കന്യാകുലച്ചൻ ഏറ്റവും നമ്മെ അലട്ടുന്ന, നാം നേരിടുന്ന ആധുനികമായിരിക്കുന്ന ഒരു സങ്കീർണമായ പ്രശ്നത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നാം എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം, തുടർന്ന് നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ ആ 7 കാര്യങ്ങൾ, 7 എന്നുള്ളത് നിങ്ങൾക്കറിയാം, പഴയ നിയമസങ്കല്പം അനുസരിച്ച് പൂർണ്ണതയുടെ സംഖ്യയാണ്. ആ 7 അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ തങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൃശ്യമായി നമ്മുടെ മുമ്പിൽ 1, 2 എഴുതി കാണിച്ചത് കൊണ്ട് ഇപ്പൊ ചെറുത്തിന് പറയാൻ എന്തൊക്കെയെന്നുള്ളത്. അതിൽ ഒരു മാറ്റം മാത്രമേ ഞാൻ അവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. 3ാമത്തെ പോയിന്റ് പറഞ്ഞപ്പോൾ അംബിഷൻ എന്നുള്ളതിന് മറുവശത്ത് പറഞ്ഞ വാക്കൊന്ന് മാറ്റുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നി. ടോളറൻസ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിന് പകരം മറ്റൊരു വാക്യം കൂടെ ഉപയോഗിക്കട്ടെ, കണ്ടന്റ്മെന്റ് എന്നുള്ളതായിരിക്കും. ഈ അമിതമായ ആഗ്രഹത്തിന് അപ്പുറമായിട്ടല്ല, ബദലായിട്ട് നാം വളർത്തിയെടുക്കേണ്ടത് സംതൃപ്തി എന്നുള്ളത്. കണ്ടന്റ്മെന്റ്, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഉള്ളതിനെ പറ്റിയുള്ള ഒരു സംതൃപ്തി ഉണ്ട് എങ്കിൽ അമിതമായ ആ മോഹത്തിന് നാം ആവേശത്തിലായി തീരുകയില്ല എന്നുള്ളതാണ്. മറ്റുള്ളതൊക്കെ തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയണം. ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യം അതാണ് ഏറ്റവും നിങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കേണ്ടത്. എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കൃത്യമായിരിക്കുന്ന മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട്, കൃത്യമായിരിക്കുന്ന ആധ്യാത്മികതയെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ഉൾപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ ഈ തലമുറയെ ഈ ഒരു അനുഭവത്തിലേക്ക് വരുത്താൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് എനിക്ക് തോന്നുന്ന ഒരു നിർദ്ദേശം, കുടുംബ ആരാധനയെ സംബന്ധിക്കുന്ന ഒരു നിഷ്ഠ നാം പാലിച്ചേ മതിയാവുള്ളൂ. അത് ഉണ്ട് എങ്കിൽ ആ സീരിയലൊക്കെ മാറ്റിവെക്കാനും അതിന് കൃത്യത സമയം വെക്കണം. അത് എപ്പോഴെങ്കിലും എന്നുള്ളതല്ല. അത് കുഞ്ഞുങ്ങളോടും കൂടി ആലോചിച്ച് ഇന്ന സമയം നാം അത് പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായിട്ടുള്ളത് ബൈബിൾപുസ്തകം വായിച്ച് അവരെ കൂടെ ഉൾപ്പെടുത്തി അതിനൊരു വാക്യമൊരു ശ്രദ്ധയിൽപ്പെടുത്തി ഒരു ഇൻവോൾവ്മെന്റ്, അത് കേവലം ചൊല്ലിക്കൂട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരാതെ സമകാലികമായിരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും ഉൾപ്പെടുത്തി നമ്മൾ കുടുംബാരാധന കുറെ സജീവമാക്കുകയും അതിൽ ഭാഗഭാഗത്തും വരുത്തുകയും ചെയ്യുന്നത് ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നതാണ്. മറ്റു പലതും നമുക്ക് ചെയ്യുവാനായിട്ട് ഉണ്ട്. എങ്കിലും ഈ പറഞ്ഞ ആ 7 മൂല്യങ്ങൾ എങ്ങനെ നമുക്ക് ആത്മനിയന്ത്രണത്തിൽ കൂടി, സംതൃപ്തിയിൽ കൂടി, അതുപോലെ തന്നെ നമുക്ക് ആ ഏതെല്ലാം തരത്തിൽ നമ്മുടെ ഈ വെല്ലുവിളികളെ നേരിടാം എന്നുള്ളത് ആ ഓരോന്നും കാണിച്ചിട്ട് അതിന്റെ മർമ്മം കൂടി ചൂണ്ടിക്കാണിച്ചതിൽ എനിക്ക് വളരെ അധികമായ സന്തോഷമുണ്ട്. ഐ വുഡ് സേ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രസന്റേഷൻ, ഏറ്റവും നല്ല ഒരു. അത് ഇവിടെ വന്നിരിക്കുന്ന വീട്ടമ്മമാരാണ് അധികം പേരും. അവർക്കും കൂടി മനസ്സിലാകത്തക്ക വിധത്തിൽ വീട്ടപ്പന്മാരും ഉള്ള അമ്മമാരും അത്രമില്ല. അങ്ങനെയുള്ള പ്രായമുള്ള ആളുകൾക്ക് ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ തന്നെയും വീട്ടിൽ കാണുന്നതേ ഉള്ളൂ എന്തൊക്കെ കൊച്ചുങ്ങൾ കാട്ടിക്കൂട്ടുന്നതെന്ന് അങ്ങനെയുള്ളൊരു പ്രശ്നം വെല്ലുവിളി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമുക്ക് പ്രതിരോധിക്കുവാനൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുവേണ്ടിയുള്ള ഒരു ബോധവൽക്കരണം നിശ്ചയമായിട്ടും
അത് വാസ് അറ്റൻഡിങ്. അത് വളരെയധികം പ്രയോജനപ്പെട്ടു. അച്ഛനെ ഞാൻ ആ കാര്യത്തിൽ ഹർദ്ദമായി അഭിനന്ദിക്കുന്നു. ഇത് ഈ തരത്തിലുള്ള പ്രസന്റേഷൻ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും ഇടവകകളിലും നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് ഇന്നത്തെ ഒരു ആവശ്യമായി ഞാൻ കാണുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനം. ദൈവനാമത്തിന് മഹത്വമുണ്ടായി. എൻ്റെ വന്ദനായിരുന്ന അച്ഛൻ, വന്ദനായ വ്യക്തിയെ ദിവ്യബോധനത്തിൻ്റെ എല്ലാ ചുമതലക്കാരും, ദിവ്യബോധന പഠിതാക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള മാധ്യമങ്ങളുടെ സ്വാധീനം, അതിനെക്കുറിച്ച് വളരെ വളരെ വിശദമായി നമ്മുടെ കരിങ്ങാട്ടത്തിൽ ക്ലാസ്സുണ്ട്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞുങ്ങളെ അത് എങ്ങനെ സ്വാധീനം ചെയ്യുന്നു ഒന്നാമതിന് പറയാനുണ്ട്. മല്ലപ്പള്ളിക്കടുത്തുള്ള പെരുമ്പട്ടിമൺ എന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഒരു അമ്മ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഇവനെ പരമ്പര വെച്ച് തിരുമേനിയാ മാമോദിസ ഭക്തിനെ പറഞ്ഞു. കൊച്ചിനൊരു 3 വയസ്സുണ്ട്. ഉടനെ കുഞ്ഞ് ചോദിക്കുകയാണ്, ഓർമ്മയുണ്ടോ ഈ മുഖം? എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ കൂടെയുള്ള ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ കൂടെയുള്ള ഡ്രൈവർ ചെന്നാലും ഒക്കെ പറഞ്ഞു. അപ്പൊ ഇതൊരു സിനിമയിലെ കാര്യമാണ്. അപ്പോൾ എത്ര ഈ കുഞ്ഞുങ്ങളെ അത് സ്വാധീനിച്ചു. ഉടനെ കുഞ്ഞ് പറഞ്ഞതാ. ഇങ്ങനെ കൊച്ചുകുട്ടികളെ ബാധിക്കുന്ന ഒത്തിരി കാര്യമാണ്. അതിന് വേണ്ടതായ കാര്യങ്ങൾ മാതാപിതാക്കൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതൊന്നും ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൊബൈലായാലും അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ഒന്നാണ്, ഒരു കൗമാരപ്രായത്തിലുള്ളവർ ഏതെങ്കിലും കൂതാശ നടക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നു എന്ന് ചോദിച്ചില്ല. അവർ ഈ മൊബൈലുമായിട്ട് ഇങ്ങനെ ചിത്രപ്പെടുത്താണ്. ഒരിക്കൽ ഒരു കുർബാന കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ തിരിഞ്ഞ് റോഷ്മായിപ്പോഴൊക്കെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ നിനക്കിന്നൊന്നും കുരിശു വരയ്ക്കാൻ സമയം ഉണ്ടായില്ലല്ലോ. അപ്പൊ ഇതുമായിട്ടുള്ള അത് വേണ്ട പരിശീലനം കൊടുക്കണം. പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിൽ, മറ്റുള്ള ഉദാശകളിൽ സംബന്ധിക്കുമ്പോൾ എന്താ വേണ്ടത് എന്നുള്ളതിന് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചെങ്കിലും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള കാര്യങ്ങളെ ഈ ടി വിയിലും അതുപോലെ തന്നെ മാധ്യമങ്ങൾ എല്ലാത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് പഴയകാലത്ത് കുറച്ച് വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകം എൻ്റെ അറിവിൽ ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പുസ്തകമാണ് ബാലമിത്രം എന്ന് പറയുന്നത്. 1000 വിഷയത്തിലൊക്കെ അത് ആ ഒരു പുസ്തകത്തിൽ ഒത്തിരി കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളിലേക്ക് അത് വഴി. ഇന്ന് ഏത് പേസ്റ്റ് തേക്കണം, ഏത് സോപ്പ് തേച്ച് കുടിക്കണം, തലമുടി വളരാൻ, തലമുടിയുടെ നിറം നിലനിർത്തുവാൻ ഇത് ഏതെണ്ണ തേക്കണം, ഇതെല്ലാം നിശ്ചയിക്കുന്നത് ഈ മാധ്യമം. പത്രത്തിലായാലും, പത്രത്തിലെ പരസ്യമായാലും, അതുപോലെ തന്നെ ടി വിയിലെ ആയാലും. അപ്പോൾ ഇതിനെ ഒന്ന് നിശ്ചയമായിട്ട് അറിയും. മറ്റൊന്ന് സഭയിലെ എഴുത്തുകൾ. അത് പറയുമ്പോൾ വിവാദമായി തീരുന്നത് സഭയിലെ എഴുത്തുകാരൻ, തെക്കും വടക്കുമായിട്ട് എഴുത്തുകാരുണ്ട്. ഒരെഴുത്തുകാരൻ എഴുതിയിരിക്കുന്നു, തെക്കുള്ളവർക്ക് തെക്കൻ ചായവും വടക്കുള്ളവർക്ക് വടക്കൻ ചായവും. സഭാചരിത്രം എഴുതുമ്പോൾ പോലും അതിൻ്റെ കൃത്യമായ ഒരു രൂപം നമുക്ക് കിട്ടാൻ പറ്റാത്തതിന് അതിനകത്ത് എഴുത്തുകൾ പോകും. പ്രത്യേകിച്ച് സഭചരിത്രത്തിലെ വടക്കൻ ഭാഗത്തുള്ള കാര്യങ്ങളും തെക്കൻ ഭാഗത്തുള്ള കാര്യങ്ങളും അതിൻ്റെ കൃത്യത കിട്ടുന്നില്ല. അതെങ്ങനെയാണ് തിരിച്ചറിയണം എന്നുള്ളത് കൂടുതൽ വായിക്കുകയും
അന്വേഷിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ കൃത്യത കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വടക്കുള്ള ഒരാൾ എഴുതുമ്പോൾ തെക്ക് ഭാഗത്തെക്കുറിച്ച് അവിടെയുള്ള ആളുകളെ കുറിച്ച് ഒരു വിധത്തിലുണ്ട്, തെക്ക് ഭാഗത്തുള്ള വടക്കുള്ളവരെ കുറിച്ച് എഴുതുമ്പോൾ വേറൊരു വിധത്തിലുണ്ട്. നിങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങൾ പോലും നോക്കിയാൽ ഈ വ്യത്യാസം അല്പമാണ്. അത് മനസ്സിലാക്കി വായിച്ച് പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതിനെല്ലാം ഈ മീഡിയ എഴുത്തുകളായാലും കൊള്ളാം, അതുപോലെ തന്നെ ടി വിയിലായാലും കൊള്ളാം, അതിനെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നു. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റഡി നടത്തിയെങ്കിൽ മാത്രമേ പറ്റൂ. വന്യനായ അച്ഛനും കല്യാണിൻ്റെ അച്ഛനും ഭവനത്തിലെ കാര്യങ്ങളെ കുറിച്ച് വളരെ പറഞ്ഞു. ഭവനത്തിൽ സന്ധ്യയ്ക്കും രാവിലെയുള്ള നമസ്കാരം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഭാഗ്യസ്മരണായ യൂഹാനം എന്ന സേവകത്തിന് പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും നടന്നു. സന്ധ്യയ്ക്ക് നമസ്കരിക്കാമെന്നും പ്രഭാതത്തിൽ നമസ്കരിക്കാമെന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. ഒരു ഭവനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. വിശുദ്ധ വേദപുസ്തകം വായിച്ച് നമസ്കരിക്കുന്ന ആവശ്യങ്ങൾ, അതുപോലെ തന്നെ ദൈവസന്നിധി എന്തൊക്കെയാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയിലെ അബ്രഹാന ശുദ്ധമെന്ന് പറഞ്ഞ പിതാവിൻ്റെ രക്ഷാണ്. അതിലെ അവസാന ഭാഗത്തെ കൃതജ്ഞതാ പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന പറയുന്നു, ഇവരുടെ നല്ല ആവശ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. എല്ലാ ആവശ്യത്തിനും മറുപടി കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെടും, നല്ലതായ കാര്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് ആ പിതാവ് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളിതൊക്കെ എല്ലാം ഒന്ന് ആകെ കൂടി വായിച്ച് മനസ്സിലാക്കും. കുടുംബത്തിലുള്ള പിതാവും മാതാവും തമ്മിലുള്ള അടുപ്പവും മനസ്സിലാക്കും. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിതാവിൻ്റെ സ്ഥാനവും അമ്മയുടെ സ്ഥാനവും വേണം മക്കളുടെ മുമ്പിൽ കാണുവാൻ. ഭർത്താവിൻ്റെ സ്ഥാനവും ഭാര്യയുടെ സ്ഥാനവും കുഞ്ഞുമക്കളുടെ മനസ്സിൽ കാണുക. കൊച്ചുമക്കളുടെ അത് ഒത്തിരി പ്രയാസങ്ങളും പല കാര്യങ്ങളും ഉദാഹരണങ്ങൾ പറയാറുണ്ട്, സംഭവങ്ങൾ പറയാറുണ്ട്. അതൊന്നും ഇവിടെ പറയാനുള്ള സമയം. ഒരു പിതാവ് എങ്ങനെയായിരിക്കണം, ഒരു അമ്മ എങ്ങനെയായിരിക്കണം എന്നുള്ളതായിരിക്കണം വീട്ടിൽ അവരുടെ സമീപനം. ഭർത്താവ് ഭാര്യ എന്നുള്ള സമീപനത്തിൽ വേറെ പല കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സമീപനമായിരിക്കരുത് കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. ഇങ്ങനെ മാധ്യമങ്ങളുടെ സ്വാധീനവും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ സ്വാധീനം എല്ലാം ഭംഗിയായി പോകുവാൻ ഇടയാകട്ടെ. എന്തായാലും ഈ ദിവ്യബോധനത്തിന് പഠിതാക്കളായി ഇത്രയും ആളുകളോട് വന്നു ചേർത്തിലുള്ള വലിയ വലിയ സന്തോഷം അറിയിക്കുന്നു. ഞാൻ ഓരോ സ്ഥലത്തും ഓരോ ക്ലാസ്സുകളിലും പോയി എല്ലാ സെമിനാറുകളിലും സംബന്ധിക്കുന്നതാണ് ഭദ്രാസനത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറെ പേർ വളരെ നന്നായി പഠിക്കുന്നു. അത് ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ എല്ലാവർക്കും എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ